നമ്മുടെ വാക്കുകൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണ് എന്നുള്ളത്. പലപ്പോഴും നാം നമ്മുടെ വാക്കുകൾക്ക് അതിൻ്റെതായ നിലയിൽ അധികാരമുണ്ട് എന്ന് നാം മനസ്സിലാക്കണമെന്നില്ല. നാം ദൈവത്തെ വാക്കുകൾ കൊണ്ട് മഹത്വപ്പെടുത്തുന്നതും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രസ്താവിക്കുന്നതും ദൈവവചനപ്രകാരം നല്ല കാര്യമാണ്. എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന് പ്രവേശിക്കുവാനുള്ളതായ, അല്ലെങ്കിൽ ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരമാക്കി നാം മാറ്റരുത് എന്ന് ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ വാക്കുകൾ ശത്രുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് മുതലെടുപ്പ് നടത്തുവാനായിട്ടിടയായി തീരും. ദൈവവചനത്തിനും യുക്തിക്കും നിരക്കാത്തതായ വാക്കുകൾ നാം നാവിലൂടെ ഉച്ചരിക്കുമ്പോൾ അത് ശത്രു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾക്ക് കാരണമായി തീരുന്നു. പതിവായി നാം ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുവാനും അത് ആ വാക്കുകൾ തന്നെ നമ്മുടെ അനുഗ്രഹത്തിന് എതിരായിട്ട് ശത്രു ഉപയോഗിക്കുവാനും ഇടയുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും തടസ്സമായി മാറുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പിശാചിന് നാം ഇടം കൊടുക്കരുത് എന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ പ്രാഥമിക പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ വാക്കുകളിൽ കൂടെയാണ്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മുതലെടുക്കുവാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് ആരംഭം കുറിക്കുവാൻ സാധ്യതയുള്ളതായ ചില സംഭാഷണ രീതികളെ നാം പരിചയപ്പെടുത്തുവാനാണ്. ഇങ്ങനെയുള്ളതായ സംഭാഷണ വാക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ സംഭാഷണ രീതികൾ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സന്ദേശം കേൾവിക്കാരായ അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു പദം, പലപ്പോഴും വ്യക്തിജീവിതങ്ങൾ അവരുടെ സാധാരണ ജീവിത ശൈലിയിൽ പറയുന്നതായ ഒരു കാര്യമുണ്ട്: അവൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്നുള്ള പദം. വളരെ സാധാരണമായി പലപ്പോഴും വ്യക്തിജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ തങ്ങൾ അനുഭവിച്ച വേദനകളിൽ നിന്നാണ് ഈ പദം അല്ലെ ഇങ്ങനെയുള്ളതായ ഒരു വാചകം അവരുടെ മനസ്സിൽ കടന്നു വരുന്നത്. കാരണം പലപ്പോഴും ഇങ്ങനെ പറയുകയും, അവൾ അല്ലെങ്കിൽ അവൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. പലപ്പോഴും ഇങ്ങനെ പറയുന്നത് പലരുടെയും ജീവിതത്തിൽ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പരിണിത ഫലത്തിൽ നിന്നാണ്. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മെ ചതിച്ച ആ ചതിയിൽ നിന്നുണ്ടാകുന്ന വേദനയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും എതിരായി സംസാരിക്കുകയും അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും കിംവദന്തികൾ പറഞ്ഞു വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഉണ്ടായ അനുഭവങ്ങളുടെ വേദനയിൽ നിന്നുകൊണ്ട് വ്യക്തികൾ പലപ്പോഴും പറയാറുണ്ട്, അവൾ അല്ലെങ്കിൽ അവൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ
നാം തന്നെ ശത്രുവിൻ്റെ തടവറയിലാക്കപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച സമയത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ നാം കാണുന്നത്, കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ അവരോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും എന്ന് അവരോട് പറയുവാനായിട്ടിടയായിത്തീർന്നു. യേശു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, മുകളിൽ പറഞ്ഞതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കത്തില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയല്ല. പിന്നെയോ നാം അങ്ങനെ പറയരുത് എന്നുള്ളതായ കർത്താവിൻ്റെ ആഗ്രഹം ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ശത്രു അങ്ങനെ പറയുമ്പോൾ ശത്രു എന്തു ചെയ്യുന്നറിയാമോ? അനാത്മികതയുടെ വിഷം നമ്മളിലേക്ക് ചീറ്റുന്നതിന് ഇടയാകുന്നു. ശത്രുവിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങൾ മനുഷ്യരെ അവരുടെ പിഴവുകളോട് ക്ഷമിക്കണം, അപ്പോൾ ദൈവവും നിങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കുമെന്ന്. ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് പറയുന്നതിലൂടെ നാം നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നാം ഇങ്ങനെ പറയുമ്പോൾ ശത്രുവിന് നിയമാനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ഒരിക്കലും പിശാച് ദൈവവചനപ്രകാരം അതിൻ്റെ ചിട്ടയിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തിയിൽ കടക്കുവാനായിട്ട് പിശാച് ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ പിഴവുകൾ പറ്റുമ്പോൾ ആ പിഴവുകളിലൂടെയാണ് പിശാച് അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് അവർക്കെതിരെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവവും പകയും ചിലപ്പോൾ ശാരീരികമായ രോഗത്തിന് പോലും കാരണമാകുമെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് അവരോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് പറയുന്നതിന് പകരം കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ അവരോട് ക്ഷമിക്കുമെന്ന് നാം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിനെതിരെയുള്ളതായ വാതിലുകൾ അടയ്ക്കുവാനായിട്ടിടയായിത്തീരും. നിങ്ങൾ ദൈവിക അനുഗ്രഹത്തോടടുക്കുകയും നാം ദൈവവചനപ്രകാരം മുന്നേറുവാൻ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഇതൊരു മുതൽക്കൂട്ടായി തീരുമെന്നും നാം മനസ്സിലാക്കുക. നാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ തെറ്റുകളെ നാം ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തെറ്റല്ലാതാകുന്നില്ല. പക്ഷേ നാം എന്ത് ചെയ്യുന്നു? ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് പറയുന്നതിന് പകരം ദൈവവചനപ്രകാരം അവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു. കൊലോസി ലേഖനം 3:13 ഇപ്രകാരമാണ് പറയുന്നത്: അന്യോന്യം പൊറുക്കുകയും ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങൾ ശത്രുവിന് പ്രവർത്തിക്കുവാനുള്ളതായ അവസരത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും അത് കാരണമാകും എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കരുത്: അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും അവൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്നും
നാം നമ്മുടെ ജീവിതത്തിൽ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതാനുഗ്രഹങ്ങൾക്കും മുന്നോട്ടുള്ള ഗമനത്തിനും തടസ്സമാകും എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തതായി ചിലർ പറയുന്നതായ പദം ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഈ കൂട്ടർ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായ വിഷമങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, ഇവ എന്തു ചെയ്യുമെന്നറിയാമോ? ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതവരെ തുടർച്ചയായി അലട്ടുന്ന വിഷയങ്ങളായിരിക്കാം. പലപ്പോഴും ചില മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, ചിലർ അവരുടെ രോഗാവസ്ഥയെ ഓർത്ത്, മറ്റു ചിലർ സാമ്പത്തികമായി ഉണ്ടാകുന്നതായ വിഷമങ്ങൾ, ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നു. പലപ്പോഴും മാരകമായ രോഗങ്ങളോ, രോഗം ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആ ഒരു വിഷമം ആവർത്തിച്ചു പറയുകയാ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആവർത്തിച്ചു പറയുക, ജീവിതത്തിലുണ്ടാകുന്നതായ ആകുലതകളും ഉത്കണ്ഠകളും എന്താണെന്നറിയാമോ? ആവർത്തിച്ച് ജീവിതത്തിൽ പറയുന്നതിലൂടെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടമുണ്ടാക്കി കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. നാം നമ്മുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ ഉറക്കെ പറയുന്നതിലൂടെ സാത്താന് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയുക. അങ്ങനെ ജീവിതത്തിലെ വിഷമങ്ങൾ ആവർത്തിച്ചു പറയുക. ഒരുപക്ഷെ അത് രോഗസൗഖ്യമായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റിയുള്ളതായ കാര്യങ്ങളായിരിക്കും. ഇതിങ്ങനെ ആവർത്തിച്ചു പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമെന്നുമല്ല ചെയ്യുന്നത്, പിന്നെയോ നമ്മുടെ വിശ്വാസത്തെ നാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നിങ്ങൾക്കറിയാമോ, ആവർത്തിച്ചുള്ളതായ വിഷമങ്ങൾ, ആവർത്തിച്ചുള്ളതായ രോഗങ്ങളെ പറ്റിയുള്ളതായ ആകുലതകൾ, അത് പലപ്പോഴും നമ്മുടെ മേൽ നമ്മെ വീണ്ടും രോഗികളാക്കി മാറ്റുന്നതാണ്. ശാസ്ത്രം പോലും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. സ്ഥിരമായ വിചാരങ്ങളും ആകുലതകളും ഒരു വ്യക്തിയെ രോഗിയാക്കി മാറ്റുവാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നാം ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ളതായ വാക്കുകൾ പറയുന്നതിലൂടെ ശത്രുവിന് നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ഭയം കുത്തിവെക്കുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെ നമ്മെ അലട്ടുന്നതായ വിഷയങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ഭയപ്പെട്ട് നാം ഏത് വിഷയത്തിൽ ഭയപ്പെടുന്നുവോ ഭാരപ്പെടുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയുണ്ട്. ഭക്തനായ ഇയ്യോബ് തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം തന്നെ പറഞ്ഞു: ഞാൻ പേടിച്ചതുപോലെ എനിക്ക് ഭവിച്ചു എന്ന്. അപ്പോൾ ഇങ്ങനെ പറയുവാൻ ഒരിക്കലും നാം തുനിയരുത് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ഇങ്ങനെ പറയുന്നതിന് പകരം നാം എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ആകുലതകളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ രോഗാവസ്ഥയും സാമ്പത്തിക സ്ഥിതിയുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണമെന്നാണ് 1 പത്രോസിൻ്റെ ലേഖനം 5:7 നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നാം ചെയ്യുമ്പോൾ ശത്രുവിന് വാതിൽ അടയ്ക്കുവാൻ നമുക്ക് കഴിയുന്നു. ഭയത്തിൻ്റെ വാതിലിനെ അടയ്ക്കുവാൻ കഴിയുന്നു. പകരം ദൈവിക സമാധാനത്തിൻ്റെ വാതിൽ തുറക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലുള്ളതായ വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഉത്തമമായത് ആഗ്രഹിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായി നാം നമ്മുടെ വിഷമങ്ങൾ, നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ
അത് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുകയും ഭയം നമ്മളിൽ ഉളവാക്കുകയും നാം രോഗികളും രോഗാവസ്ഥയിലുമായി തീരുവാനിടയുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് വിഷമതകൾ പറയുന്നത്, ആകുലതകൾ പറയുന്നത്, ഉത്കണ്ഠകൾ പതിവായി പറയുന്നത് നാം നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി വേറൊരു പദം ഇപ്രകാരമാണ്: ഞാൻ ചെയ്തത് ദൈവം ഒരിക്കലും എന്നോട് ക്ഷമിക്കത്തില്ല എന്നുള്ളതായ ചിന്ത. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തു ചെയ്യുമെന്നറിയാമോ? പലപ്പോഴും സംസാരത്തിൽ നാം പറയും, ഓ, ദൈവം എന്നോട്, ഞാൻ ചെയ്തത് നോക്കിയാൽ ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല എന്ന് പലരും പലപ്പോഴും പറയുന്നത് നാം കേട്ടിട്ടില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പറയരുത്. ഞാൻ ചെയ്തത് ദൈവം എന്നോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് നാം പറയരുത്. കാരണം ഇങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തി പറയുമ്പോൾ ഇത് വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും വളരെ താഴ്മയോടുകൂടിയാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ ചെയ്തത് ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല എന്നൊരു വ്യക്തി പറയുമ്പോൾ ശ്രോതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇദ്ദേഹം എന്തോ വലിയ പാപം ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു ചിന്ത നമ്മളിൽ ഉടലെടുക്കുവാനായിട്ടിടയായിത്തീരും. ഒന്നോർക്കുക, നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും ആ പാപത്തെ ക്ഷമിക്കുവാൻ വലിയവനായിരിക്കുന്ന ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ സകല അനീതിയും പോക്കുവാൻ കഴിയും കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തിന്. അതുകൊണ്ട് നാം ഇങ്ങനെ പറയുമ്പോൾ എന്താണ് നാം അവിടെ ചെയ്യുന്നതെന്നറിയാമോ? നാം കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ അല്ലെങ്കിൽ സകല അനീതിയും ക്ഷമിക്കുവാൻ കഴിവുള്ളതായ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിക്ക് പരിധി നിർണയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ നമ്മുടെ എത്ര വലിയ പാപത്തെയും ക്ഷമിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ കാൽവറി യാഗത്തിന് കഴിയും എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ ചെയ്തത് ദൈവം എന്നോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് തീരുമാനം എടുത്ത് വായ കൊണ്ട് അത് പ്രസ്താവിക്കുമ്പോൾ നാം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് എന്ന് നാം വിശ്വസിക്കുന്നില്ല. ഒരു അവിശ്വാസ പ്രഖ്യാപനമാണ് നടത്തുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ എൻ്റെ പാപം ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് നാം തുടർച്ചയായി പ്രസ്താവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അത് അപമാനത്തിനും കുറ്റബോധത്തിനും ദൈവിക ശിക്ഷ വരുമെന്നുള്ളതായ ഭീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. അങ്ങനെ നിങ്ങളുടെ ജീവിതം തകരുവാനും നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുവാനും ഇടയായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന വേറൊരു സാധാരണമായ പദമാണ് എനിക്ക് കഴിയത്തില്ല, ഞാനൊരു പരാജയമാണ്. പലരും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓ, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല, എനിക്കതിനുള്ള കഴിവില്ല. ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം നോക്കുമ്പോൾ ഞാനൊരു പരാജയമാണെന്ന് സ്വയം വാഗൊണ്ട് പറയുമ്പോൾ നാം പിശാചിന് ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയുക.
ഇങ്ങനെയുള്ള വാക്കുകൾ നാം ഉപയോഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവവചനം നമ്മെപ്പറ്റി പറയുന്നതും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ പദ്ധതികൾക്കും വിരുദ്ധമായിട്ടാണ് നാം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എനിക്ക് കഴിയത്തില്ല എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ളതായ വ്യക്തിത്വത്തെ നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നാം ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന വേറൊരു കാര്യം, അദ്ദേഹം സാത്താൻ്റെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഇപ്രകാരം പറയുന്നു, അല്ലെ ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളോട് ഇപ്രകാരം പറയുന്നു, അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പറയുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തെ പരിമിതപ്പെടുത്തുകയാണ്. സത്യത്തിൽ നാം ചെയ്യുന്നത് സദൃശവാക്യങ്ങൾ 23-ന്റെ-7 പറയുന്നത് പോലെ അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് ഇത് നമ്മെ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്ന് നാം മനസ്സിലാക്കുക. ശത്രുവിൻ്റെ പരാജയങ്ങൾ നമ്മുടെ പരാജയങ്ങളാകുവാൻ നാം അവസരം കൊടുക്കരുത്. ഇങ്ങനെ പറയുന്നതിന് പകരം നാം എന്തു ചെയ്യണമെന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന് നാം നമ്മുടെ നാവിൽ പറഞ്ഞ് നാം പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കഴിവെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം മനസ്സിലാക്കുക. ചിലരില്ലേ, എന്തു കാര്യത്തിനിറങ്ങിയാലും അവർ പറയും, ഓ അത് നടക്കത്തില്ല, അത് നടക്കത്തില്ല, ഓ ആ കാര്യം നടക്കത്തില്ല. വേറൊരു പദമാണ്, അറിഞ്ഞും അറിയാതെ പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്നൊരു പദമാണ്, ഓ അത് നടക്കത്തില്ല, അത് അസാധ്യം, അത് നടക്കത്തില്ല, അത് പരിഹരിക്കപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ പറയുന്ന വ്യക്തിയാണ് എങ്കിൽ അങ്ങനെ പറയുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പലപ്പോഴും നാം ഇങ്ങനെയുള്ളതായ വാക്ക് ഉപയോഗിക്കുന്നത് പലരും കുടുംബ വിഷയങ്ങളിൽ അകപ്പെടുമ്പോൾ, അതുപോലെ രോഗികളായിട്ട് തീരുമ്പോൾ, സാമ്പത്തിക പരാജയങ്ങളും മറ്റു തര കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെന്താ പറയുന്നതെന്നറിയാമോ? അത് നടക്കത്തില്ല. ഞാൻ പറയും, ഇന്ന് നിങ്ങൾ അങ്ങനെ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പരാജയമാണ്. നിങ്ങളൊരു വ്യാപാരം, ഒരു ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള നിങ്ങളുടെ ഇങ്ങനെയുള്ള സംസാരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇങ്ങനെയുള്ള സംസാരങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാവിൽ നിന്ന് വരുന്ന വാക്കിന് അതിൻ്റെതായ പവറുണ്ട്. ഏതൊരു സംരംഭം തുടങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ഏതൊരു കാര്യം തുടങ്ങുവാനായിട്ട് നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ അത് നടക്കത്തില്ല, വിജയിക്കത്തില്ല, സാധ്യമല്ല എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുമ്പോൾ അത് നിങ്ങളെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുവാനായിട്ടിടയായിത്തീരും. ഇങ്ങനെ പറയുന്നത് വളരെ അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായിത്തീരും. എന്തുകൊണ്ടെന്നാൽ ഇതൊരർത്ഥത്തിൽ ദൈവശക്തിയെ തൃണവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമ്മുടെ കഴിവെന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ നാം എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ളതായ പ്രസ്താവനകൾ നാം പ്രസ്താവിക്കുമ്പോൾ, നമ്മുടെ നാവിൽ നിന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്നുള്ളതാണ്.
നാം ഇങ്ങനെ അസാധ്യമാണ്, നടക്കത്തില്ല എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്നൊരു കാര്യം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പരിമിതപ്പെടുത്തുകയാണ് നാം നമ്മുടെ വാക്കുകളിലൂടെ ചെയ്യുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശയുടെ കോട്ട തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് കെട്ടിപ്പണിയുവാനായിട്ട് കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഇത് ബാധിക്കുവാനായിട്ടിടയായിത്തീരും. നിങ്ങളുടെ വിശ്വാസത്തെ ഇത് കുറയ്ക്കുവാനായിട്ടിടയായിത്തീരും. ഒരു പടി പോലും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. നിങ്ങൾ നിരാശയുടെ പടുകുഴിയിൽ വീടുപോകുമെന്ന് മനസ്സിലാക്കുക. പരിണിതഫലമായി ദാരിദ്ര്യവും നിരാശയും അപമാനവും ദുഃഖവും ഇതിൻ്റെ അനന്തരഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് നാം എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഇങ്ങനെ വരുന്നതായ വാക്കുകളെ, പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് മുൻകാലങ്ങളിൽ വന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ കർത്താവെ വന്നു പോയിട്ടുണ്ട് എന്ന് ക്ഷമ ചോദിച്ച് ഇനിയും ഇങ്ങനെയുള്ളതായ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്നതായ ദൈവത്തിൻ്റെ പ്രത്യേകത എഫെസ്യ ലേഖനം 3:20 പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ പരിമിതമായ അവസ്ഥയിൽ സർവശക്തനായിരിക്കുന്ന ദൈവം പ്രവർത്തിക്കുമെന്നും അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിച്ചുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതെ, നിരാശയ്ക്ക് അവസരം കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? മുന്നോട്ട് പോകുമ്പോൾ ദൈവിക പദ്ധതിയുടെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കുമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അതുപോലെ തന്നെ വേറൊരു പദമാണ് പലപ്പോഴും വിശ്വാസികൾ പറയുന്നത്, ദൈവം എന്നെ മറന്നു എന്ന് പറയുന്നത്. ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അകപ്പെടുമ്പോൾ പലപ്പോഴും പലരും പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്താൻ പോകുക, കാരണം ദൈവം എന്നെ മറന്നെന്നാ തോന്നുന്ന എന്നുള്ളതായ ഒരു ചിന്ത ചിലരെ ഭരിക്കുന്നതും അത് അവരുടെ നാവിന്മേൽ അതുപോലെ പുറത്തു വരുവാൻ ഇടയാകുന്നതും പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ ദൈവം എന്നെ മറന്നോ, അവൻ എനിക്ക് വേണ്ടി എന്നെ കരുതുന്ന ദൈവമല്ല, ദൈവം എനിക്ക് വേണ്ടി ഒന്നും കരുതുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല എന്ന് നാം ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49:15 പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നുവോ? അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഇപ്പോൾ എത്ര പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പോയാലും ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം നിന്നെ തൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. പലപ്പോഴും നാം ഇങ്ങനെ പറയുന്നതിലൂടെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെതായ വചനത്തിനെതിര് നാം സംസാരിക്കുകയാണ്. ദൈവിക സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പലപ്പോഴും നാം സംസാരിക്കുകയാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്ക പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ വരരുത്. അങ്ങനെ വരുന്നവരാണെങ്കിൽ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആവർത്തിക്കരുത് എന്നാണ് ഇന്ന് പകൽക്കാലം പറയുവാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം നമ്മുടെ നാവിൽ അവൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നാം പിശാചിനിടം കൊടുക്കുന്നവരാണ്. നാം ചില വിഷമഘട്ടങ്ങളിൽ നമ്മെ അലട്ടുന്നതായ വിഷമങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് പോകേണ്ടവരല്ല.
ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല, അത് അസാധ്യമാണ് എന്ന്, സാധിക്കത്തില്ല, നിങ്ങളെക്കൊണ്ടത് നടക്കത്തില്ല എന്നുള്ളതായ ചിന്തയും എന്നുള്ളതായ സംഭാഷണവും നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരരുത്. എനിക്ക് കഴിയത്തില്ല, എൻ്റെ ജീവിതം ഒരു പരാജയമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, അങ്ങനെ പറയുകയും അരുത്. ഈ വാക്യങ്ങൾ, ഈ പറയപ്പെട്ട ചില വാചകങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടുമ്പോൾ എന്ത് പറ്റുന്നെന്നറിയാമോ? പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ അനുഗ്രഹങ്ങളെയും നമ്മുടെ ഉയർച്ചകളെയും അവന് തടയുവാനും പറ്റുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ പൊതുജീവിതത്തിൽ പലപ്പോഴും സംസാരത്തിലൂടെ ദൈവവചനത്തിന് വിരുദ്ധമായും ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായും കടന്നു വരുന്നതായ വാക്കുകളെയും വാചകങ്ങളെയും നാം എന്തു ചെയ്യണം? പൂർണ്ണമായി ഉപേക്ഷിക്കണം. നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മുടെ നാവിൽ നിന്ന് വരുന്നതായ വാക്കിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.